ഹേ ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ നല്ല ഫ്രഷ് കാളാഞ്ചി എങ്ങനെയാണ് ഫ്രൈ ആക്കിയതെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഈ മീൻ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ വിചാരിച്ചു ഇതൊരു വീഡിയോ ആക്കിയിടാന്ന്. ഇവിടെ യൂഷ്വലി നമ്മൾ ഇതുപോലെ മീനൊക്കെ വാങ്ങാറുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും വലിയ കാളാഞ്ചി കണ്ടത് ഫസ്റ്റ് ടൈമാണ്. ഇത് അനിയൻ വാങ്ങിയിട്ട് വന്നതാണ്. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന വൈപ്പിനായതുകൊണ്ട് ഇവിടെ ഇതുപോലുള്ള മീനൊക്കെ കിട്ടുന്നത് വളരെ ഈസിയാണ്. അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു കെട്ടിൽ നിന്നാണ് അനിയൻ ഇത് വാങ്ങിയിട്ട് വന്നത്. ഇത് ഇച്ചിരി പാടാണ് കട്ട് ചെയ്യാനും എല്ലാം. ഇതിൻ്റെ മുള്ളൊക്കെ ആണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് കട്ട് ചെയ്തെടുക്കാന്ന് വെച്ചാൽ ഭയങ്കര ബലം വേണം. അതിൽ അത്രയും മൂർച്ചയുള്ള കത്തി വേണം. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ മീനൊന്നും എപ്പോഴും കട്ട് ചെയ്യാത്തതുകൊണ്ട് അത്ര വലിയ കത്തിയും ഗ്രീൻ ഹൗസ് എഫക്ട് ഗൈസ്. നമ്മൾ സോപ്പിട്ട് മീൻ കഴുകണം നന്നായിട്ട്. ഇങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ വളരെ സിമ്പിളായിട്ടൊക്കെ തോന്നുമെങ്കിലും ഭയങ്കര പാടാട്ടോ. ഇതിൻ്റെ ബോണിനൊക്കെ ഭയങ്കര ബലമാണ്. നമുക്ക് മുറിച്ചെടുക്കാനൊന്നും അധികം അങ്ങനെ പറ്റില്ല. കാരണം എൻ്റെ കയ്യിൽ അത്ര മൂർച്ചയുള്ള കത്തിയൊന്നും ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സുഖമായിരുന്നു കേട്ടോ. പക്ഷെ ഇത് ക്ലീൻ ചെയ്യാനായിട്ട് ഒത്തിരി ടൈമൊന്നും വേണ്ടി വന്നില്ല. ഫ്രൈ ചെയ്യാനാണെങ്കിൽ ഒത്തിരി മസാലയൊന്നും യൂസ് ചെയ്തില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇത്തരം സാധനങ്ങൾ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ വെറുതെ വെളിച്ചെണ്ണയിൽ നമ്മൾ വറുത്തെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വിനാഗിരി യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ വിനാഗിരി ഇപ്പോൾ ഇതിനകത്ത് ഇട്ടിട്ടില്ല. നല്ല ടേസ്റ്റ് ആണെങ്കിൽ സിമ്പിളായിട്ട് നമ്മൾ വറുത്തെടുക്കുമ്പോൾ. ഇപ്പം ഞാൻ ലെൻറ്റിലായതുകൊണ്ട് എനിക്കിത് കഴിക്കാൻ പറ്റിയില്ല. പക്ഷേ ബ്രദർ കഴിച്ചിട്ട് പറഞ്ഞത് കിഡിലനായിരുന്നു എന്നാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ മീനൊക്കെ വാങ്ങുകയാണെങ്കിൽ സിമ്പിളായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഗൈസ്, ബൈ.